നമസ്കാരം. ഇന്ന് ചർച്ച് വ്ലോഗ് എത്തി നിൽക്കുന്നത് കാഞ്ഞിരപ്പള്ളിയിലാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കാഞ്ഞിരപ്പള്ളിയിലെ അതിപുരാതനമായ ഒരു ക്രൈസ്തവ ദേവാലയമാണ്. സീറോ മലബാർ സഭ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പദവിയിലേക്ക് ഉയർത്തിയ സെൻറ്റ് മേരീസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയത്തെക്കുറിച്ച്, കാഞ്ഞിരപ്പള്ളിക്കാരുടെ അക്കരപ്പള്ളിയെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച് വ്ലോഗിൽ കാണാൻ പോകുന്നത്. അക്കരപ്പള്ളി സ്ഥിതി ചെയ്യുന്നത് കാഞ്ഞിരപ്പള്ളിയിലാണെങ്കിലും ഈ പള്ളിയുടെ ചരിത്രം ആരംഭിക്കുന്നത് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നല്ല, അങ്ങകലെ നമ്മുടെ ശബരിമലയ്ക്കടുത്തെ നിലയ്ക്കൽ നിന്നാണ്. നമുക്കറിയാം, വിശുദ്ധ തോമസ് ലീഗ സ്ഥാപിച്ച 7 പള്ളികളിലൊന്ന് നിലയ്ക്കലായിരുന്നു. ആ കാലഘട്ടത്തിൽ വലിയൊരു വ്യാപാര കേന്ദ്രമായിരുന്നു നിലയ്ക്കൽ. ക്രിസ്തുവർഷം 1325 ചെമ്പകശ്ശേരി രാജാവും മധുര രാജാവും തമ്മിലുള്ള വലിയൊരു യുദ്ധം. ആ യുദ്ധത്തിൽ നിലയ്ക്കൽ നഗരം പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു. അങ്ങനെ തോമസ് ലീഗ സ്ഥാപിച്ച ആ ഒരു ദേവാലയത്തിലെ ആ ഒരു പരിശുദ്ധ അമ്മയുടെ രൂപവുമായി ദേവാലയം തകർക്കപ്പെട്ടെങ്കിലും പരിശുദ്ധ അമ്മയുടെ രൂപം സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലയ്ക്കലിൽ നിന്ന് അന്നത്തെ പള്ളിയുടെ മുഖ്യ ട്രസ്റ്റിയായിരുന്ന തൊമ്മി മാപ്പിള, അദ്ദേഹം ആ രൂപവുമായി അവിടെ നിന്ന് കാട്ടുവഴികളിലൂടെ ഓടി അങ്ങനെ വന്നാണ് ഈ ഒരു കാഞ്ഞിരപ്പള്ളിയിൽ ഇവിടെ വന്ന് അദ്ദേഹം അഭയം പ്രാപിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ അവിടെ നിന്നുള്ള ക്രൈസ്തവ വിശ്വാസികളും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ കാഞ്ഞിരപ്പള്ളിയിലെ അക്കരപ്പള്ളിക്ക് നിലയ്ക്കലുമായുള്ള ആ ഒരു ചരിത്രം ആരംഭിക്കുന്നത്. അങ്ങനെ നിലയ്ക്കലെ ക്രിസ്ത്യാനികളുമായി ഇവിടെ കാഞ്ഞിരപ്പള്ളിയിൽ വന്ന് താമസമാക്കിയ തൊമ്മി മാപ്പിളയുടെ 5ാം തലമുറയിലെ, ഏകദേശം 100 വർഷങ്ങൾക്ക് ശേഷം 5ാം തലമുറയിലെ മറ്റൊരു തൊമ്മി മാപ്പിളയ്ക്കാണ് ഇവിടെ ഈ ഒരു നിലയ്ക്കലിലെ അക്കരപ്പള്ളി പണിയാനുള്ള ഒരു നിയോഗമുണ്ടായിരുന്നു. തൊമ്മി മാപ്പിളയ്ക്കും ഭാര്യയ്ക്കും വർഷങ്ങളായിട്ട് കുട്ടികളുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ ആ ഒരു പരിശുദ്ധ അമ്മയുടെ രൂപത്തിന് മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ചു, തങ്ങൾക്കൊരു കുഞ്ഞിനെ നൽകുകയാണെങ്കിൽ ഇവിടെ ഒരു ദേവാലയം പരിശുദ്ധ അമ്മയുടെ പേരിൽ പണി കഴിപ്പിക്കാം എന്നൊരു നേർച്ച നേർന്നു. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി തന്നെ അവർക്ക് ഒരു കുഞ്ഞിനെ സമ്മാനമായി മാതാവ് നൽകുകയായിരുന്നു. മാതാവിൽ നിന്ന് ലഭിച്ച ഈ ഒരു അനുഗ്രഹത്തിന് ഫലമായി ഒരു ദേവാലയം പണിയാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് നമ്മളിന്ന് കാണുന്ന ഈ ഒരു അക്കരപ്പള്ളി അവിടെ ഉണ്ടാവുന്നത്. അദ്ദേഹം അന്നത്തെ രാജാവായിരുന്ന തെക്കുംകൂർ ഭരിച്ചിരുന്ന വീരകേരള പെരുമാളിനെ അദ്ദേഹം വന്ന് കാണുകയും 1200 രാശി, അതായത് അന്നത്തെ നാണയമാണ്, അദ്ദേഹത്തിന് കാഴ്ചവെക്കുകയും ഈ ഒരു ദേവാലയം പണിയാനുള്ള ഒരു അനുവാദം വാങ്ങുകയും ചെയ്തു. അങ്ങനെ 1325 ആ യുദ്ധത്തിൽ പോന്ന തൊമ്മി മാപ്പിളയ്ക്കിടെ 5ാം തലമുറയിലെ മറ്റൊരു തൊമ്മി മാപ്പിള ഇവിടെ ഈ ഒരു ദേവാലയം 1449 ആദ്യ ദേവാലയം, പുല്ലും ഓടൊക്കെ മേഞ്ഞ പഴയൊരു ദേവാലയം ഇപ്പോൾ നമ്മൾ കാണുന്ന ദേവാലയത്തിൻ്റെ സ്ഥാനത്ത് പണി കഴിപ്പിച്ചു. കാഞ്ഞിരപ്പള്ളി പഴയ പള്ളി അല്ലെങ്കിൽ അക്കരപ്പള്ളി എന്ന് പറയുന്നത് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന ദൈവാലയമാണ്. 1449 പണി കഴിപ്പിച്ച ഈ ദൈവാലയം കാഞ്ഞിരപ്പള്ളിയിലെ നിലയ്ക്കലിൽ നിന്നും മറ്റും കുടിയേറി പാർത്ത ക്രിസ്ത്യാനികളുടെ ആദ്യ സമൂഹത്തിൻ്റെ ആദ്യ ഇടവക ദൈവാലയമായിരുന്നു. പിന്നീട് 2 നൂറ്റാണ്ടുകൾക്ക് മുൻപ്
കാഞ്ഞിരപ്പള്ളി പുത്തൻ പള്ളി പണിതപ്പോൾ ഇത് പഴയ പള്ളി എന്ന് അറിയപ്പെടുകയും പുത്തൻ പള്ളി ഇടവക പള്ളിയായി മാറുകയും ചെയ്തു. മണിമലയാറിൻ്റെ ഇക്കരെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിൽ പുത്തൻപള്ളിയിൽ നിന്ന് പറയുമ്പോൾ അക്കരപ്പള്ളി എന്ന് ഇത് അറിയപ്പെടുന്നു. അങ്ങനെ ഈ രണ്ട് പേരുകളിൽ പഴയ പള്ളി എന്നും അക്കരപ്പള്ളി എന്നും ഈ ദൈവാലയം അറിയപ്പെടുന്നു. മാതാവിൻ്റെ നാമധേയത്തിലുള്ള ഈ തീർത്ഥാടന ദൈവാലയത്തിൽ രാവിലെ 4:45 മുതൽ വൈകിട്ട് 10 മണി വരെയും ധാരാളം ആളുകൾ ഓരോ ദിവസവും ഇടതടവില്ലാതെ ഒഴുകിയെത്തുന്ന ഒരു ദൈവാലയമാണ്. പണി കഴിപ്പിച്ച ഈ ഒരു അക്കരപ്പള്ളി പുരാതന ദേവാലയം പോലെ തന്നെ അതിപുരാതനമായ ഒരു കൽക്കുരിശ് നമുക്ക് ഈ ഒരു ദേവാലയത്തിലേക്ക് കയറുമ്പോൾ തന്നെ കാണാൻ സാധിക്കും. കൽക്കുരിശ് കഴിഞ്ഞ് പടിക്കെട്ടുകൾ കഴിഞ്ഞാണ് ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. പുരാതനമായ കൊത്തുപണികളോടുകൂടി വളരെ മനോഹരമായി തന്നെ ഈ ഒരു കൽക്കുരിശ് ഇന്നും ഇവിടെ മനോഹരമായി തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. പടിക്കെട്ടുകൾ കയറി നമ്മളിങ്ങോട്ട് എത്തുമ്പോൾ ഇവിടെ മറ്റൊരു കൽക്കുരിശ് നമുക്ക് കാണാം. എണ്ണയൊഴിച്ച് തിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന ഒരുപാട് വിശ്വാസികൾ ഇവിടെ വരുന്നുണ്ട്. ഒപ്പം മെഴുകുതിരി കത്തിച്ചും ഇവിടെ പ്രാർത്ഥിക്കുന്നു. വലിയൊരു നേർച്ച പോലെ തന്നെ ഒരുപാട് വിശ്വാസികൾ ജാതിമത ഭേദമന്യെയാണ് ഈ ഒരു ഇടത്ത് വന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ അക്കരമ്മയുടെ മാധ്യസ്ഥ്യം തേടി ഇവിടെ എത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എണ്ണ വാങ്ങി ആ എണ്ണ ഈ കൽക്കുരിശിൽ ഒഴിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഒപ്പം തന്നെ ഇതിന് മുൻപിൽ മെഴുകുതിരികൾ കത്തിച്ച് പ്രാർത്ഥിക്കുന്നതുമായി കാണാം. ഈ ഒരു ദേവാലയവുമായി ബന്ധപ്പെട്ട് തന്നെ എണ്ണയുമായി ബന്ധപ്പെട്ട് വലിയൊരു ചരിത്രമുണ്ട്. 1522 അന്ന് തെക്കുംകൂർ രാജാവ് ഈ ഒരു വഴി പോയപ്പോൾ ഈ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു. ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ദേവാലയത്തിൽ തിരി കത്തുന്നില്ല എന്നത് കണ്ടു. അദ്ദേഹം അത് അന്വേഷിച്ച് എന്തുകൊണ്ട് ഇവിടെ തിരി കത്തിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ അറിയാൻ കഴിഞ്ഞത് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കാരണം എണ്ണ വാങ്ങാൻ പണമില്ല, അതുകൊണ്ട് തിരി കത്തിക്കുന്നില്ല എന്ന് അദ്ദേഹത്തിന് അറിയാൻ സാധിച്ചു. അദ്ദേഹം വലിയൊരു വിളംബരം ഇവിടെ നടത്തുകയായിരുന്നു. അതായത് കാഞ്ഞിരപ്പള്ളി ചന്തയിൽ എണ്ണ വ്യാപാരം നടത്തുന്നവർ ചോദന ഒരു പ്രത്യേക അളവ് പാത്രമാണ്, ആ അളവ് പാത്രം ഉപയോഗിക്കണമെന്നും അതിൽ നിന്നൊരു നിശ്ചിത വിഹിതം ഇവിടെ ഈ ഒരു അക്കരപ്പള്ളിയിലേക്ക് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ അൾത്താരയിൽ തിരി കത്തിക്കാനായിട്ട് അവിടെ കെട്ടുപോകാതെ തുടർച്ചയായി അണയാതെ തിരി കത്തിക്കണം എന്നൊരു വിളംബരം അദ്ദേഹം നടത്തി. അത് അവിടെയുള്ള ചന്തയിലുള്ള നാനാജാതി മതസ്ഥർ ശിരസാ വഹിക്കുകയായിരുന്നു. പിന്നീട് ഇവിടെ എണ്ണയ്ക്ക് ഒരു ദൗർബല്യം വന്നിട്ടില്ല എന്നതാണ് പിന്നീട് ചരിത്രം പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ദേവാലയത്തിൽ ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും അവിടെ ഒരു തിരിയും എണ്ണ ഒരു വിളക്ക് തൂക്കിയിട്ടിരിക്കുന്നത് കാണാം. അവിടെ ഇപ്പോഴും തിരി കത്തിച്ചു വച്ചിട്ടുമുണ്ട്. വളരെ നിശബ്ദമായ പ്രാർത്ഥനയ്ക്കും ഏറെ ദൈവാനുഗ്രഹപ്രദമായ അന്തരീക്ഷമുള്ള ഈ പ്രാർത്ഥനാലയം അനേകായിരങ്ങൾക്ക് ആശ്വാസ കേന്ദ്രമാണ്. ഓരോ ദിവസവും ഒത്തിരിയേറെ മനുഷ്യർ അവർക്ക് ലഭിച്ച വലിയ അനുഗ്രഹങ്ങളുടെ സാക്ഷ്യങ്ങൾ ആയി എത്താറുമുണ്ട്. ഈ ദൈവാലയത്തിലെ പ്രധാന ശുശ്രൂഷകൾ കുമ്പസാരം എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെയുണ്ട്. പ്രത്യേകിച്ച് ശനിയാഴ്ചകളിൽ പല വൈദികർ കുമ്പസാരിപ്പിക്കാനായിട്ട് രാവിലെയും ഉച്ച കഴിഞ്ഞും ഉണ്ട്. ഓരോ ദിവസവും 100 കണക്കിന് ആളുകൾ കുമ്പസാരത്തിന് അനുരഞ്ജന കുദാശയിലൂടെ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിന് എത്തിച്ചേരുന്നു. തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 6:30, 10:30, വൈകിട്ട് 5 ഈ സമയങ്ങളിൽ പരിശുദ്ധ കുർബാനയുണ്ട്. ശനിയാഴ്ച രാവിലെ 6:30, 10:30, 12, 4:30 എന്നിങ്ങനെ
4 സമയങ്ങളിൽ പരിശുദ്ധ കുർബാനയും മാതാവിൻ്റെ നൊവേനയുമുണ്ട്. ആയിരത്തി 449 പണിത ഈ ഒരു ദേവാലയം അതേ രീതിയിൽ തന്നെ ഇന്നും സംരക്ഷിച്ചിരിക്കുകയാണ്. ദേവാലയത്തിൻ്റെ മുൻവശത്തേക്കും ഇരുവശങ്ങളിലേക്കുമായി ചെറിയ രീതിയിൽ ആളുകൾക്ക് ഇരിക്കാനുള്ള ഒരു സൗകര്യപ്രദമായ രീതിയിൽ എക്സ്റ്റൻഷൻ എടുത്തതൊഴിച്ചാൽ മറ്റെല്ലാം പഴയ ആ ഒരു ദേവാലയം അത്തരത്തിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. ദേവാലയത്തിൻ്റെ അകത്ത് അൾത്താരോട് നമ്മൾ കാണുമ്പോൾ മനോഹരമായ പെയിൻറ്റിങ് നമുക്ക് കാണാൻ സാധിക്കും. പഴയ ഇലച്ചാറുകളും പെയിൻറ്റിങ്ങും ഉപയോഗിച്ച് ചെയ്തതാൽ തന്നെ ഇത്ര വർഷങ്ങൾ പിന്നിട്ടിട്ട് പോലും ആ പെയിൻറ്റിങ്ങുകൾക്ക് നിറം മങ്ങുക ചെയ്തിട്ടില്ല എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒപ്പം തച്ചുശാസ്ത്രപരമായ കേരളത്തിൻ്റെ കേരളീയമായ തച്ചുശാസ്ത്രപരമായ മനോഹാരിതയും ഈ ദേവാലയത്തിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കും. കത്തീഡ്രൽ ദൈവാലയത്തിന് കീഴിലുള്ള ഈ തീർത്ഥാടന ദൈവാലയം ഇവിടെ പ്രധാനമായും 2 തിരുനാളുകളാണുള്ളത്. ഒന്ന് പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ ഓഗസ്റ്റ് മാസം 31 വൈകിട്ട് ആരംഭിച്ച് ഡിസംബർ 8 വൈകിട്ട് അവസാനിക്കുന്ന ഈ തിരുനാളിൽ ഓരോ ദിവസവും രാവിലെ 4 മുതൽ വൈകിട്ട് 10 മണി വരെയുള്ള സമയങ്ങളിൽ 10,000ങ്ങളാണ് തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിനും പരിശുദ്ധ അമ്മയുടെ സഹായത്താൽ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിനുമായി ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. രണ്ടാമത്തെ തിരുനാൾ ഇടവകയുടെ കത്തീഡ്രൽ ഇടവകയുടെ തിരുനാളായ ജനുവരി തിരുനാൾ ഈ പള്ളിയോടും ചേർന്നാണ് നടത്തുന്നത്. കത്തീഡ്രൽ പള്ളിയിൽ ആരംഭിച്ച് ഇവിടെ സമാപിക്കത്തക്ക രീതിയിലാണ് തിരുനാൾ നടത്തുന്നത്. ജനുവരി 27 മുതൽ 31 വരെയുള്ള ദിവസങ്ങളിലാണ് ഈ തിരുനാൾ പ്രധാനമായും നടത്തപ്പെടുന്നത്. കത്തീഡ്രൽ പള്ളിയുടെ വികാരിയായിരിക്കുന്ന ആർച്ച് പ്രീസ്റ്റ് അച്ഛനാണ് ഈ പള്ളിയുടെയും യഥാർത്ഥത്തിലുള്ള വികാരി. ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന വൈദികൻ റെക്ടർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നിലവിൽ ഈ പള്ളിയുടെ ആർച്ച് പ്രീസ്റ്റ് ആയിരിക്കുന്നത് എത്രയും ബഹുമാനപ്പെട്ട കുര്യൻ താമരശ്ശേരി അച്ഛനാണ്. വിശ്വാസവും ചരിത്രവും ഇഴചേർന്ന അക്കരപ്പള്ളി എന്ന ഈ ഒരു പുണ്യഭൂമിയിലൂടെയുള്ള നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. വിശുദ്ധ തോമാസ് ലീഹായിൽ നിന്ന് ലഭിച്ച ആ ഒരു വിശ്വാസ ചൈതന്യം നിലയ്ക്കലിൽ നിന്ന് ഈ കാഞ്ഞിരപ്പള്ളി അക്കരപ്പള്ളിയിലൂടെ ക്രൈസ്തവ സഭയിലേക്ക്, ഭാരത സഭയിലേക്ക് അത് ഒഴുകുമ്പോൾ വലിയൊരു ആത്മീയ അനുഭവം തന്നെ ഈ ഒരു ദേവാലയത്തിലൂടെ ക്രൈസ്തവ വിശ്വാസികൾക്ക് ലഭിക്കുന്നു എന്നതാണ് സത്യം. ചർച്ച് ബ്ലോഗിൻ്റെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു ദേവാലയത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.